എയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബംഗാൾ വിഭജനം. PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ബംഗാൾ വിഭജനം. ഇപ്പോൾ PSC ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഇന്ത്യൻ ദേശീയതയുടെ നഴ്സറി എന്നാണ് ബംഗാൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു ബംഗാൾ വിഭജനം. ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാളിനെ അവർ രണ്ടായി വിഭജിക്കാം. ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഒന്ന് പടിഞ്ഞാറൻ ബംഗാൾ എന്നും അതുപോലെ തന്നെ കിഴക്കൻ ബംഗാൾ എന്നും രണ്ട് കഷ്ണമായി അല്ലെങ്കിൽ രണ്ട് പാർട്ടായി ബംഗാൾ പ്രവിശ്യയെ ബ്രിട്ടീഷുകാർ വിഭജിച്ചു. ഈ കിഴക്കൻ ബംഗാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇത് കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, അപ്പോൾ മുസ്ലിങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്. എന്നാൽ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗമായി അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ അല്ലെങ്കിൽ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇതിനെ അല്ലെങ്കിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. ഇനി എന്തൊക്കെയാണ് പടിഞ്ഞാറൻ ബംഗാൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പടിഞ്ഞാറൻ ബംഗാൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അത് നമ്മൾ പറഞ്ഞു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. ഒന്ന് ഒഡീഷ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഈ പടിഞ്ഞാറൻ ബംഗാൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കത്തയായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റൊക്കെ വലിയ വികസന രംഗത്ത് വലിയ ഫാക്ടറികൾ, വലിയ മുന്നേറ്റങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാ മേഖലയിലും മുന്നേറ്റം കൈവരിച്ച ഒരു പ്രദേശമായിരുന്നു ഇത്. പിന്നെ ഇനി കിഴക്കൻ ബംഗാൾ അത് നമ്മൾ പറഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അത് ഉൾപ്പെടുന്ന പ്രദേശം ആസാമാണ്. അവരുടെ തലസ്ഥാനം ധാക്ക. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനമില്ലാത്ത പ്രശ്നമുണ്ട്, ഫാക്ടറികളില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ മേഖലയിലെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ബംഗാളിനെ വിഭജിക്കുക എന്നുള്ളതിനോട് അവർ ഒരു താല്പര്യമുള്ള പ്രകൃതമായി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ വികസനത്തിലുപരി ഈ വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യ ദേശീയ സമരത്തെ അടിച്ചമർത്തുക, അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ തന്ത്രം. ഇനി നമുക്കറിയാം, ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് കൈസൻ പ്രഭുവാണ്. PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് കൈസൻ പ്രഭുവാണ്. ആ വർഷം റിപ്പീറ്റായിട്ട് ചോദിച്ചു. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1905 ജൂലൈ 20. അപ്പോൾ 1905 ജൂലൈ 20 ബംഗാളിനെ വിഭജിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കൈസൻ പ്രഭു ബംഗാളിനെ വിഭജിച്ചത്. അപ്പോൾ PSC എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20. വൈസ്രോയി എന്ന് ചോദിച്ചാൽ കൈസൻ പ്രഭു. ഇനി കൈസൻ പ്രഭു ഈ വിഭജിക്കുന്നതിന് വാദം ഉയർത്തിയ അദ്ദേഹത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിശാലമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് ബംഗാൾ വിഭജനം അനിവാര്യമാണെന്നുമാണ്. അപ്പോൾ ബംഗാൾ പ്രവിശ്യ അതിവിശാലമാണ്, വികസനമൊന്നും എവിടെ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് ബംഗാൾ വിഭജനമല്ലാത്ത മറ്റൊരു മാർഗമില്ല എന്നാണ് കൈസൻ പ്രഭു ഇതിനു വേണ്ടി, അന്നത്തെ വൈസ്രോയി ആയിരുന്ന കൈസൻ പ്രഭു ഇതിനു വേണ്ടി വാദിച്ചത് എന്നുള്ള. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1905 ഒക്ടോബർ 16 ഓർക്കുക. ആ സമയത്ത് വൈസ്രോയി മിന്റോ പ്രഭു എന്ന് ഓർക്കുക. അപ്പോൾ 2 വർഷങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം, 2 വൈസ്രോയിമാർ ഓർത്തു വെക്കണം എന്ന് ഓർക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1905 ജൂലൈ 20 കൈസൻ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ച് അത് പ്രഖ്യാപനം നടത്തിയെന്ന് ഓർക്കുക. ഇനി
ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1905 ഒക്ടോബർ 16 മിന്റോ രണ്ടാമനായിരുന്നു ആ സമയത്ത് ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്തെ വൈസ്രോയി എന്ന് ഓർക്കുക. ഇനി 1905 ഒക്ടോബർ 16 കൽക്കത്തയിലടക്കം ദുഃഖാചരണം നടന്നു, അല്ലെങ്കിൽ അന്ന് ദേശീയ വിലാപ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 16 ബംഗാളിലൂടെ ദുഃഖാചരണങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ അന്ന് ദേശീയ വിലാപ ദിനമായിട്ടാണ് ഈ ഒക്ടോബർ അല്ലെങ്കിൽ 16 ആചരിക്കുന്നത്. ഒക്ടോബർ 16 നമുക്കറിയാം ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം അല്ലെങ്കിൽ കൊൽക്കത്തയുടെ തെരുവുകളിൽ അലയടിച്ചു നിലവിൽ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം തെരുവുകളിൽ എന്ത് ചെയ്തു, അലയടിച്ചു എന്നുള്ളതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണിത്. ഇനി നമുക്കറിയാം ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് ഓർക്കുക. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെയ്സറി എന്നാണ് ബംഗാൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെയ്സറി എന്നാണ് ഈ ബംഗാൾ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാന വ്യാപകമായ പ്രതിഷേധമുണ്ടായി ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന്. ഇത് റദ്ദ് ചെയ്യാൻ കാരണമായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് ഓർക്കുക. അപ്പോൾ സ്വദേശി പ്രസ്ഥാനമാണ് ഇത് റദ്ദ് ചെയ്യാൻ ഇടയാക്കിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അവിടെ ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ ഒരു തരത്തിലും വാങ്ങാൻ പാടില്ല. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുകയും അതിന് പ്രൊമോട്ട്. ഇത് വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും ബ്രിട്ടീഷ് സർക്കാർ അടക്കം മുട്ടുകുത്തുന്ന ഇതിനെതിരെ അല്ലെങ്കിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഈ സ്വദേശി പ്രസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ഇവിടെ PSC ചോദിക്കുന്ന ചോദ്യം, ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ കാരണമായ പ്രക്ഷോഭം, പ്രതിഷേധം എന്ന് ചോദിച്ചാൽ അത് സ്വദേശി പ്രസ്ഥാനമാണ്, സ്വദേശി മൂവ്മെന്റ് ആണ് ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ കാരണമായ പ്രക്ഷോഭം എന്ന് ഓർക്കുക. ഇനി അന്ന് ഉയർത്തിയ മുദ്രാവാക്യം, ജനങ്ങളിൽ തെരുവുകളിൽ ഉയർത്തിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം. അപ്പോൾ വന്ദേ മാതരം എന്നുള്ള മുദ്രാവാക്യമായിരുന്നു അന്ന് ഇതിനെതിരെ വ്യാപകം അല്ലെങ്കിൽ തെരുവുകളിൽ അല്ലെങ്കിൽ പ്രതിഷേധം അലയടിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം. അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1911. അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്ന് ഓർക്കുക. റദ്ദ് ചെയ്ത വൈസ്രോയി എന്ന് ചോദിച്ചാൽ ആർഡിച്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 വർഷങ്ങൾ നമ്മൾ സെറ്റാക്കണം. 3 വൈസ്രോയിമാരെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1905 ജൂലൈ 20. ആ സമയത്തെ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് ഖൈസൺ പ്രഭു എന്ന് ഓർക്കുക. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1905 ഒക്ടോബർ 16. ആ സമയത്തെ വൈസ്രോയിയാണ് മിന്റോ രണ്ടാമൻ. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1915 ആർഡിച്ച് രണ്ടാമനാണെന്ന് ഓർക്കും. അപ്പോൾ ഈ 3 വർഷവും ഈ 3 വൈസ്രോയിമാരെയും നമ്മൾ സെറ്റാക്കണം. അത് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്തെ INC പ്രസിഡന്റാണ് BN ദർ. അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് ചോദിച്ചാൽ BN ദർ. അപ്പോൾ നമുക്കറിയാം ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് ഓർക്കുക. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് 1911 സമയത്തെ INC പ്രസിഡന്റാണ് BN ദർ. നമുക്കറിയാം ദേശീയ ഗാനമൊക്കെ ആലപിച്ചത് 1911 INC സമ്മേളനമാണ്. ആ സമയത്ത് INC പ്രസിഡന്റ് കൂടിയായിരുന്നു ആര്, BN ദർ. ഇനി എന്തൊക്കെയാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, പല അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ ഉണ്ട്. ഏതൊക്കെ നോക്കാം. അന്ന് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസിലെ 1904 അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. അപ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ചോർന്നു പോകും എന്നാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസില പറയുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നിച്ചു നിൽക്കുന്ന ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ഈ ബംഗാളിനെ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി ചോർന്നു പോകും, നമ്മുടെ എതിർക്കുന്നവരുടെ ശക്തി ചോർന്നു പോകും എന്നാണ് അന്ന് റിസില അന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറയുന്നത് ഇതൊരു ക്രൂരമായ തെറ്റ് എന്നാണ്. അപ്പോൾ ഇതൊരു ക്രൂരമായ തെറ്റ് എന്ന് പറഞ്ഞത് ആരായിരുന്നു, ഗോപാലകൃഷ്ണ. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ പറയുന്നു ഇതൊരു ക്രൂരമായ തെറ്റ് എന്നാണ്. ഇനി സുരേന്ദ്രനാഥ് ബാനർജി പറയുന്നു ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ
തകർക്കാനുള്ള ബോംബ് വർഷം, ഇതൊരു ബോംബ് വർഷം, ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് എന്ന് പറഞ്ഞതായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി. അപ്പോൾ ക്രൂരമായ തെറ്റെന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് പറഞ്ഞതായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജിയാണ് പറഞ്ഞതെന്ന് ഓർക്കുക. ഇനി ടാഗോർ അദ്ദേഹം പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല. അപ്പോൾ ടാഗോർ ഈ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നാണ് ആര് പറഞ്ഞത്? ടാഗോർ പറഞ്ഞത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകളാണെന്ന് പറഞ്ഞ് റിസ്ല പറഞ്ഞു, ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ച് അതിൻ്റെ ശക്തി ചോർന്നു പോകും, നമ്മുടെ എതിർക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ ശക്തി ചോർന്നു പോകും എന്നാണ് റിസ്ല അഭിപ്രായപ്പെട്ടത്. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ് ബാനർജി. ടാഗോർ പറയുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് ടാഗോർ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബംഗാൾ വിഭജനത്തെക്കുറിച്ച് റിപ്പീറ്റായിട്ട് PSC ചോദിക്കാറുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.